ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ ഇന്നിപ്പോൾ താമരശ്ശേരി രൂപതയും സിനിമ ശനിയാഴ്ച പ്രദർശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തലശ്ശേരി രൂപത അതിൽ നിന്ന് പിന്നാക്കം പോയിരിക്കുന്നു. പക്ഷേ ഇന്ന് 2 ക്രൈസ്തവ പുരോഹിതരിൽ നിന്നുണ്ടായിരിക്കുന്ന നല്ല പ്രതികരണങ്ങളാണ് പ്രതീക്ഷ നൽകുന്നത്. ഇപ്പോൾ നിരണം ഭദ്രാസനാധിപനായിരുന്ന കുർലേസ് തിരുമേനി പറയുന്നു, വെറുപ്പിൻ്റെ സിനിമകളല്ല സ്നേഹത്തിൻ്റെ കഥകളാണ് കാണിച്ചു കൊടുക്കേണ്ടത് കുട്ടികൾക്കെന്നാണ്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഫാദർ പോൾ തേലേക്കാട് പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് ഈ കേരള സ്റ്റോറിയും കൊണ്ട് നടക്കുന്നത്, അതിൻ്റെ പ്രദർശനവുമായി നടക്കുന്നതെന്ന കാര്യം പറയുന്നു. കേരളം പോലുള്ള ഒരു പ്രദേശത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എത്രത്തോളം ഐക്യത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടാണ്. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇതിൽ സംഘപരിവാറിൻ്റെ ബുദ്ധി, ആ ബുദ്ധിയിൽ അതിൻ്റെ ദുർബുദ്ധിയിൽ അതിൽ വീഴുന്നവർ ഈ രൂപത്തിൽ അതുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞാണ് കാസ എന്ന സംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നു. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് വലിയ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു വലിയ സംഘടനയല്ല എന്നൊക്കെ രൂപത്തിൽ പറയാമെങ്കിലും അതിനെ പ്രധാനപ്പെട്ട പുരോഹിതരൊക്കെ തള്ളിക്കളയുന്നുണ്ട് എങ്കിലും അത് ഉണ്ടാക്കുന്നൊരു ആശയ ലോകമുണ്ട്. അത് വല്ലാത്ത രീതിയിൽ വിപുലപ്പെടുന്നു എന്നുള്ളത് ഭയപ്പെടേണ്ട കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ ഈ സഭകൾ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നുണ്ട് ഒരു കാര്യം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പറയുന്നുണ്ട്, ഈ സംഘപരിവാറിൻ്റെ ബുദ്ധിയിൽ പിറന്ന കേരള സ്റ്റോറിക്ക് കൂടുതൽ പ്രചാരം കൊടുക്കുന്നതിന് പിന്നിൽ പ്രത്യേക ഉദ്ദേശ്യമുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ ഈ രൂപത്തിൽ പറയുന്നതല്ലാതെ ഇതിപ്പോൾ കോൺഗ്രസ് ആയാലും CPM ആയാലും ഈ തരത്തിൽ പ്രവർത്തിക്കുന്നവരെ, അതായത് സംഘികൾക്കെതിരെ വിമർശനം അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ വിമർശനം എന്ന് പറയുന്നത് പോലെ തന്നെ ക്രിസംഖികളെയും ആ രൂപത്തിൽ വിമർശിക്കേണ്ടതാണ് എന്ന രൂപത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ സിനിമയെ വിമർശിക്കുമ്പോഴും ഈ സിനിമ പ്രദർശിപ്പിക്കുന്നവരെ കൂടി വിമർശിക്കേണ്ടതുണ്ട്. അതിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. കാരണം ഈ കാസ പോലുള്ള സംഘടനകൾ പറഞ്ഞത് പലതും നടപ്പാക്കിയിട്ടുണ്ട്. ഒരു മുൻപ് ഹലാൽ വിവാദം വലിയ രീതിയിൽ ഇവർ കൊണ്ടുവരികയും ക്രിസ്ത്യാനികൾ അല്ലാത്തവരുടെ കടയിൽ നിന്ന് കേക്ക് പോലും വാങ്ങരുത് എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയൊക്കെ ആഹ്വാനം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ രൂപത്തിലൊക്കെ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ വല്ലാതെ വിപുലമായൊരു ആശയലോകം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സഭകൾ വലിയ രീതിയിൽ തന്നെ ഗൗരവത്തിൽ തന്നെ ആലോചിക്കുകയും അതിന്മേലൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതുമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ചൂണ്ടയിൽ ഏതായാലും കുത്തിയിട്ടുണ്ട്. Meet the editors.